ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടു കാണുമല്ലോ, നമ്മൾ നാരിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അവക്കാഡോ പ്യൂരിയാണ്. അപ്പോൾ അവക്കാഡോയെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റുള്ള ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അവക്കാഡോയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി കുട്ടികളിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു കാമിങ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിച്ച് ഫൈബറാണ്. അപ്പോൾ എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു 6 month പ്ലസ് ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വൈറ്റമിൻ ഫുഡ് തന്നെയാണ് അവക്കാഡോ. അപ്പോൾ ഞാൻ അവക്കാഡോ ഗ്രീൻ അവക്കാഡോ ആണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് 2-3 ദിവസം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈസിലി അതിൻ്റെ പൾപ്പ് നമുക്ക് പൾപ്പ് എടുക്കാം. അപ്പോൾ അവക്കാഡോ ഒട്ടും ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുട്ടികളത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡേറ്റ്സും ഒരു ബനാനയും എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർ കഴിക്കും. അപ്പോൾ നമുക്ക് ഡേറ്റ്സ് ജസ്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഞാൻ 2 ഡേറ്റ്സ് എടുത്തു. നമുക്ക് ഒരെണ്ണം തന്നെ ധാരാളം. അപ്പം ഞാനത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്കതിൽ നിന്ന് സ്പൂൺ യൂസ് ചെയ്തതിൻ്റെ പൾപ്പ് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. അപ്പം നമുക്കിതിൻ്റെ ഒരു പോർഷൻ മതിയാവും ഒരു നേരത്തേക്ക്. ഓക്കെ, നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസിലി അത് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഉള്ളൂ നമുക്ക് പെട്ടെന്ന് അതിനത് വേസ്റ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് പഴം ആഡ് ചെയ്യുവാണ്. ഇത് മാൻഡേറ്ററി അല്ല. കുട്ടികളല്ലാതെ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി അവർ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഴം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവർ കിട്ടും. അപ്പം നമ്മുടെ ഡേറ്റ്സ് സോക്ക് ചെയ്ത് അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് കുരു കളഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലിടാം. നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിൽ. നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത്
നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് അല്ല അവക്കാഡോ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.